ലോക ക്രിക്കറ്റിന്റെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര താളുകളിൽ ഇനി അവന്റെ പേരുമുണ്ടാകും. വാഴ്ത്തപ്പെടാതെ കുരിശിലേറ്റപ്പെട്ട ഡഗ്ഔട്ടിലെ ബെഞ്ചിൽ നിന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന ടൈറ്റിൽ പഞ്ചിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ പേരാണ് സഞ്ജു സ്പെഷ്യൽ സാംസൺ. പ്രതിസന്ധികൾ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുമ്പോഴും തളരാതെ അയാൾ നടത്തിയ പോരാട്ടത്തിന്റെ സാക്ഷ്യപത്രമാണത്. ഉയിരുകൊടുത്തും ഉറ്റവരെ കരകയറ്റുന്ന നാട്ടിൽ നിന്നാണ് അയാളുടെ വരവെന്ന് മറക്കരുത്. അപമാനഭാരത്താൽ തല താഴ്ത്തി നിന്നൊരു ഭൂതകാലം മുറിവേൽപ്പിക്കുമ്പോഴും ഇടറാതെ മുന്നോട്ട് കുതിക്കാൻ അയാൾക്ക് സാധിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല. അവിടെ കിവീസിനെന്നല്ല, ലോക ക്രിക്കറ്റിലെ ഒരു ശക്തിക്കും വിജയിച്ചു പോകാനാവില്ല എന്നുറപ്പ്. ഇന്ന് ആ പോരാട്ടത്തിന്റെ പേരുകൂടിയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. അപമാനഭാരത്താൽ തലകുനിച്ചു നിന്ന സഞ്ജു കലാശപ്പോരിലും ഇന്ത്യയുടെ എല്ലാമായി. ഏറ്റവും ഒടുവിലായി നമ്മൾ മലയാളികൾ ഓർത്തുവയ്ക്കുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. ഗ്രൂപ്പ് ഘട്ടം കടന്നതിന് പിന്നാലെയാണ് സഞ്ജുവിനെ സൂപ്പർ 8-ൽ കളിപ്പിക്കുമോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടയുടനെ ഒരൽപ്പം ചിരിയോടെയായിരുന്നു ക്യാപ്റ്റന്റെ മറുപടി. അഭിഷേകിന് പകരമായി സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ നായകൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. 3-ാം നമ്പറിലെ സഞ്ജുവിന്റെ സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ഓർമ്മിപ്പിച്ചപ്പോൾ സൂര്യ വീണ്ടും ചിരിച്ചു. തിലകിന് പകരം അദ്ദേഹത്തെ കളിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നായി മറുചോദ്യം. സൂര്യ സഞ്ജുവിനെ പരിഹസിച്ചോ ഇല്ലയോ എന്നതിനപ്പുറം അയാളുടെ നിലപാട് വ്യക്തമായിരുന്നു. ആദ്യ 11-ൽ സഞ്ജുവിനെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന്. എന്നാൽ സൂര്യകുമാറിനും സംഘത്തിനും പാടെ തെറ്റി. അവരെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ഇന്ന് അതേ സൂര്യകുമാർ യാദവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഒന്നും ചെയ്യാതെ വെറുതെ ചവച്ചുകൊണ്ട് അയാൾ നേടിയത് ഒരു ലോകകപ്പാണ്. സഞ്ജു ആരാധകരെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫാക്ഷൻ ലെവൽ 100%. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ എതിരാളികളുടെ ബൌളിംഗ് നിരയെ അനായാസം നേരിട്ട സഞ്ജു 5 ഫോറുകളും 8 സിക്സറുകളും ഉൾപ്പെടെയാണ് തന്റെ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയത്. 2016-ലെ ഫൈനലിൽ വിൻഡീസിന്റെ മാർലോൺ സാമുവൽസ് നേടിയ 85 റൺസ് എന്ന റെക്കോർഡാണ് സഞ്ജു തകർത്തെറിഞ്ഞത്. വെറും ഒരു അർദ്ധ സെഞ്ചുറി മാത്രമല്ല, റെക്കോർഡുകളുടെ ഒരു വലിയ നിര തന്നെയാണ് സഞ്ജു ഈ ഫൈനലിൽ പിന്നിട്ടത്. T20 ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി സഞ്ജു മാറി. ലോകകപ്പിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ 50-ലധികം റൺസ് നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടവും സഞ്ജു സ്വന്തമാക്കി. വിരാട് കോഹ്ലി, KL രാഹുൽ എന്നിവർ മാത്രമാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അത്ഭുതങ്ങളിൽ എപ്പോഴും വിശ്വസിച്ചിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും നന്ദി. ആഘോഷങ്ങൾ ആരംഭിക്കട്ടെ. ജയ് ഹിന്ദ് ഇന്ത്യ എന്നാണ് വിജയത്തിളക്കത്തിനു ശേഷം സഞ്ജു തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത്. 2024-ൽ വിൻഡീസിൽ ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നിട്ടും ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടം കഠിനാധ്വാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് മറികടന്നതെന്ന് മാച്ചിനു ശേഷം സഞ്ജു പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് ശേഷം മാനസികമായി തകർന്നുപോയ ഘട്ടത്തിൽ നിന്നും ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ തിരിച്ചു വന്നതെന്നും സഞ്ജു പറഞ്ഞു. ടൂർണമെന്റിന് മുൻപ് ടീമിൽ ഇടം ലഭിക്കില്ലെന്ന് കരുതിയെടുത്തു നിന്നാണ് സഞ്ജുവിന്റെ ഈ അവിശ്വസനീയമായ തിരിച്ചുവരവ്. ഇടം കയ്യൻ ബാറ്റർമാർ കൂടുതലുള്ള ഇന്ത്യൻ നിരയിൽ ഓഫ് സ്പിന്നിനെ നേരിടാൻ ഒരു വലം കയ്യൻ ബാറ്ററെ ആവശ്യമായി വന്നതാണ് സഞ്ജുവിന് വഴിത്തിരിവായത്. വിൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ കരിയർ തന്നെ അവസാനിച്ചേനെ. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സഞ്ജു പൊരുതി. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ തന്റെ വീടിനടുത്തുള്ള ക്രിസ്തു പ്രതിമയെപ്പോലെ കഴിഞ്ഞ 3 നിർണായക മത്സരങ്ങളിലും ഇന്ത്യയുടെ രക്ഷകനായി മാറാൻ സഞ്ജുവിന് സാധിച്ചു. വിൻഡീസിനെതിരായ 9, മുംബൈയിലെ 89, ഇപ്പോൾ അഹമ്മദാബാദിലെ ഫൈനലിലെ 89. ഈ 3 ഇന്നിംഗ്സുകളിലും സഞ്ജു എന്ന ബാറ്ററുടെ മികവും പോരാട്ട വീര്യവും തെളിയിക്കുന്നവയായിരുന്നു. ഇതുവരെയുള്ള 8 T20 ലോകകപ്പ് ഫൈനലുകളിലും ഒരു ടീമിനും ഓപ്പണിംഗിൽ 50 റൺസ് തികയ്ക്കാൻ സാധിച്ചിരുന്നില്ല. 2009-ൽ ലോർഡ്സിൽ നടന്ന ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാൻ ഓപ്പണർമാരായ കമ്രാൻ അക്മലും ഷഹ്സൈബ് ഹസനും ചേർന്ന് നടത്തിയ 48 റൺസായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് സ്കോർ. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷമാണ് ആ റെക്കോർഡ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തിരുത്തിക്കുറിക്കപ്പെട്ടത്.